അല്ല, എനിക്ക് മനസ്സിലാകാതെ പോയത് കെ രാജൻ എന്ത് പറ്റിയെന്നുള്ളതാണ്. നമ്മൾ കണക്കാക്കിയിരുന്ന അദ്ദേഹം വലിയ കുഴപ്പമില്ലാത്ത വലിയ തകരാറില്ലാത്തൊരു മന്ത്രി എന്നാണ് കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹം രാവിലെ ഇവിടെ വന്ന് പിന്നെ പെട്ടെന്ന് ഡെസ്കിൽ കയറി നിന്ന് ഒരു കടലാസ് എടുത്ത്, എനിക്ക് തോന്നുന്നു സാൻഡ് പേപ്പറാന്ന് തോന്നുന്നു, എടുത്തിട്ട് പിന്നെ മാച്ചിട്ട് എനിക്ക് വിശ്വാസമായി ഇത് വിള്ളലല്ല എന്ന് പറഞ്ഞു. വിള്ളൽ അതിൻ്റെ നടുക്ക, അദ്ദേഹത്തിൻ്റെ കണ്ണടയുടെ ഗ്ലാസിൻ്റെ പവറൊന്നും മാറ്റണം. വിള്ളൽ അതിൻ്റെ നടുക്കാണ്. അപ്പുറം ഇപ്പുറം വരച്ചത് പേനയ്ക്ക് വരച്ചത്, ആ വിള്ളൽ മാർക്ക് ചെയ്തതാണ് അതിലെ പിന്നെ പെൻസിലോണ്ട് വരച്ചത്. അത് മാച്ചിട്ട് ഇവിടെ വിള്ളില്ല എന്ന് പറയുമ്പോൾ നൗഫൽ പിന്നെ ഈ വീടിൻ്റെ ഉടമസ്ഥൻ അയാൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ അയാളോടും ചോദിക്കണ്ടേ, അദ്ദേഹത്തോടും ചോദിക്കണ്ടേ ഇത് എന്താ പറ്റിയെന്ന് ചോദിക്കണ്ടേ? അദ്ദേഹത്തോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കിയില്ല. DYFI ജില്ലാ സെക്രട്ടറി പറയുന്നത്, അല്ല CPM ജില്ലാ സെക്രട്ടറി പറയുന്നത് കേട്ടിട്ട് പിന്നെ അങ്ങോട്ട് പോയാൽ മതിയോ? ഇത് ആ വീട് സർക്കാർ പട്ടയം കൊടുത്തോടു കൂടി അത് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥാവകാശമുള്ള വീടായി. അദ്ദേഹത്തിന് സർക്കാർ കൈമാറിയ അല്ലെങ്കിൽ അവകാശം കൈമാറിയ വീടായി. ഇനി അതിൻ്റെ ഉടമസ്ഥൻ ആരാ? അദ്ദേഹമല്ലേ. അപ്പോൾ അദ്ദേഹത്തിനല്ലേ പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അദ്ദേഹത്തിനല്ലേ ബോധ്യപ്പെടുത്തേണ്ടത്. അതിന് പകരം ഇദ്ദേഹം വന്നൊരു പേപ്പർ എടുത്ത് മാച്ചത് മില്ലലില്ല എന്ന് പറഞ്ഞു പോയാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്കിത് എൻ്റെ ബലമായ സംശയം പിന്നെ കെ രാജന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നല്ല ചൂട് നല്ല വെയിലത്ത് തെരഞ്ഞെടുപ്പ് മത്സരിച്ച് വലിയ കാര്യമായൊരു വയ്യായി ഉണ്ടായിട്ടുണ്ട്, വലിയ തകരാറുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പോകേണ്ട ആളല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.